നമസ്കാരം എല്ലാവർക്കും. അപ്പം ഇന്ന് ഡിസംബർ 31 അല്ലേ, ന്യൂ ഇയർ ആണ്. അപ്പോൾ നാളെ പുതുവത്സര ദിനത്തിന് ആശംസകൾ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും. ഹാപ്പി ന്യൂ ഇയർ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അതേപോലെ 2025 ഒരുപാട് കസ്റ്റമർ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഒത്തിരി പേരാണ് നമുക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും വലിയൊരു നന്ദിയാണ് നമുക്ക് പറയണത്. കൂടാണ്ട് നമുക്ക് കസ്റ്റമറോട് വലിയൊരു ക്ഷമയും കൂടി നമ്മൾ ചോദിക്കുന്നുണ്ട് അല്ലേ. തീർച്ചയായിട്ടും. കാരണം ഒരുപാട് പേര് വന്നിട്ട് തിരക്കിൽ എടുക്കാൻ പറ്റാണ്ട് പോയിട്ടുണ്ട്. തിരക്കിൽ സ്റ്റാഫ് നമ്മുടെ പരിമിതി കടന്ന കാരണം സ്റ്റാഫ് ഇല്ലാണ്ട് പോയിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം നമുക്ക് ഒരുപാട് ഇങ്ങനെ ചെറിയ ചെറിയ പരാതികൾ വന്നിട്ടുണ്ട്. ആ കസ്റ്റമറൊക്കെ നമ്മളോട് ക്ഷമിക്കണം അല്ലേ. തീർച്ചയായിട്ടും ക്ഷമിക്കണം. അത് ഹോളിഡേയ്സ് ഇല്ലേ, ഇപ്പൊ ഗവൺമെന്റ് ഹോളിഡേയ്സ്, ഇപ്പൊ ശനി ഞായർ, രണ്ടാം ശനി, അതേപോലെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരുപാട് കസ്റ്റമർ നമുക്ക് വരാറുണ്ട്. അതിൽ നമുക്ക് നമ്മളെ കൊണ്ട് മാക്സിമം കാണിക്കാൻ പറ്റാവുന്ന അത്രയും എഫക്റ്റ് എടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ സ്റ്റാഫും വെച്ചിട്ട്, സ്റ്റാഫ് വന്ന് പറയില്ല, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ വെച്ചിട്ട് നമ്മൾ കാണിക്കാറ്. എന്നാലും അതിലും ഒന്നും രണ്ടും കസ്റ്റമർ നമ്മളെ തീർച്ചയായിട്ടും എന്താ പറയാ. അതെ. അപ്പൊ അതിൽ ഒന്നും രണ്ടും നമുക്ക് ഇപ്പൊ ഒരു 100 കസ്റ്റമർ വരാണെങ്കിൽ അതിൽ എങ്ങനെയെങ്കിലും നമുക്ക് എല്ലാവരും പരമാവധി സംതൃപ്തിയാക്കാൻ നോക്കിയാലും ഒരു 5-10 നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്, ഫോൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. കൂടാണ്ട് നമുക്ക് ഓർഡർ എടുത്തിട്ട് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലേ. നമുക്ക് 1, 2, 3 അല്ലെ, ഒരു 3 പേർക്ക് എന്താ വെച്ചാൽ പരമാവധി നമുക്ക് കൊടുക്കാറുണ്ട്. നമ്മൾ മാക്സിമം 100-ൽ ഒരു 90%, 99% നമ്മൾ ചെയ്യാറുണ്ട്. അതിലും 1-2 മിസ്അണ്ടർസ്റ്റാൻഡിങ് മീൻസ് കളർ ഡിഫറെൻ്റ് ആയി പോവുക, അപ്പോൾ കസ്റ്റമർ പറഞ്ഞ കളേഴ്സ് കിട്ടാണ്ടാവുക. അപ്പോൾ നമ്മൾ പിന്നെയും വേറെ നമ്മുടെ ഒറിജിനൽ കസ്റ്റമറോട് ഓർഡർ എടുത്ത ആ കളർ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. വീവിങ്ങിൽ മിസ്റ്റേക്ക് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് പൊറുക്കണം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പുതുവത്സരം നാളെ 2026 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി ഞങ്ങൾ അങ്ങനത്തെ ഒരു പരാതി പരമാവധി ഇല്ലാണ്ട് നോക്കാം. എന്തായാലും ഒരു സംരംഭം നടത്തുമ്പോൾ പരാതികൾ ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഒരു പരാതികളും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പരമാവധി പിന്നെ ഒരു കാര്യം മെയിനായിട്ട്, ഞാനും അരവിന്ദ് ഇല്ലാത്ത സമയം ഞങ്ങൾ പല സ്ഥലങ്ങളിലേക്കും ഫംഗ്ഷനായിട്ട് വീവിങ്ങിന്റെ അതേപോലെ പുതിയ ഡിസൈൻസ് നമ്മൾ അടുത്തടുത്ത സ്റ്റെപ്പിലേക്കുള്ള ഡിസൈൻസ് സെറ്റ് ആക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പുറത്തിറങ്ങുന്നതായിരിക്കും. അതേപോലെ ഇനാഗ്രേഷൻസും അതേപോലെ കോളേജുകൾക്കൊക്കെ പോകുന്നുണ്ട്, ദൈവം സഹായിച്ച്. അങ്ങനെ പോകുമ്പോൾ അപ്പോൾ കോൾ വരും, ഞങ്ങൾ കാസർഗോഡ് നിന്നാണ്, ട്രിവാൻഡ്രത്ത് നടന്ന് പല ജില്ലകളിൽ നിന്നും കാണാനായിട്ട് ആഗ്രഹം കൊണ്ട് വന്നിട്ട് കാണാണ്ട് ഒരുപാട് പേര് പോയിട്ടുണ്ട്. അപ്പൊ അവരോടും വലിയൊരു ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് 4-5 വട്ടം വന്നിട്ട് കാണാണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മനഃപൂർവ്വം ഷോപ്പിലില്ലാത്തതില്ല, ഉണ്ടെങ്കിൽ വിളിപ്പുറത്ത് ഞങ്ങൾ ഈ ഒരു ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ വിളിപ്പുറത്ത് ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ അടുത്ത് ഈ വർഷത്തെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് ഞങ്ങളോട് നിങ്ങൾ ഇനിയും വീണ്ടും നമ്മളോട് തുടർന്ന് സപ്പോർട്ടും പർച്ചേസും ഞങ്ങളുടെ കസ്റ്റമറായിട്ട് തുടരണമെന്ന് ഞാനും അരവിന്ദും വിനീതമായി അതെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നാളെ 2026 എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഞങ്ങളും എൻ്റെ ഭാഗത്തുനിന്നും എൻ്റെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ARന്റെ ഫാമിലിയുടെ എല്ലാ ഭാഗത്തുനിന്നും വലിയൊരു ആശംസകൾ 2026 നിങ്ങൾക്ക് എല്ലാ കസ്റ്റമർക്കും ഞങ്ങൾ നേരാണ് കേട്ടോ. സന്തോഷം. ഹാപ്പി ന്യൂ ഇയർ.